ആരെങ്കിലും തെറ്റ് ചെയ്ത് കാണുമ്പോൾ നാം മുഷിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ മുഷിച്ചിൽ കൊണ്ട് നമുക്കോ തെറ്റ് ചെയ്തവനോ ഗുണമുണ്ടാകുന്നില്ല, ദോഷം ഉണ്ടാകാവുന്നതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം? ചിന്തിക്കാം. തെറ്റ് ചെയ്തവരെ ശാസിക്കുന്നത് ഉള്ളിൽ നീരസവും വിദ്വേഷവും കൊണ്ടാകരുത്, പിന്നെയോ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുമായിരിക്കണം. അത് സാധിക്കില്ലെന്നായിരിക്കും അല്ലേ? നമ്മുടെ സാക്ഷ്യം പ്രഥമമായും സൗരഭ്യവാസനയായിരിക്കണം. നമ്മെ കാണുവാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ലെങ്കിലും വാസന മണക്കുവാൻ മറ്റുള്ളവർക്ക് തീർച്ചയായും കഴിയുമില്ലേ? വാസനയുണ്ടാകുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എന്നത്രേ പൗലോസ് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അത് ദൈവത്തെ എത്രയധികം നാം അറിയുമോ അത്രയേറെ വാസനയുള്ളവരായി നാം മാറും. നമ്മുടെ സുവിശേഷീകരണം വാസനയായി തീരാത്തത് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല. ഒരാളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും സ്ഥാപിത താൽപ്പര്യങ്ങൾക്കും വേണ്ടി മാത്രം ചെയ്യുന്ന ശുശ്രൂഷ ഒരിക്കലും ശുശ്രൂഷയാകില്ല. അതിൽ യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ സാക്ഷ്യം നിർമ്മലതയിൽ ദൈവത്താൽ ഐക്യപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൽ സംസാരിക്കുന്നതായിരിക്കണം. നമ്മിൽ മണക്കുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിനെയാണ്. ആ മണം രക്ഷിക്കപ്പെടുന്നവരിൽ ജീവനുണ്ടാക്കും, നശിച്ചു പോകുന്നവരിൽ തീർച്ചയായും മരണമുണ്ടാക്കും. ഈ വലിയ സത്യം പൗലോസ് കൊരിന്തിലെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനമാണല്ലോ നാം കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. അതിൻ്റെ 1-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞ് ഇന്ന് 2-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം എടുത്താട്ടെ. നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞു. അവിടെ നാം ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ ആരംഭിച്ചത്. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ പാപത്തിൽ വീഴുന്ന ഒരു വിശുദ്ധന് ലഭിക്കുന്ന ദൈവീക ആശ്വാസം എന്ന വിഷയമാണ് പൗലോസ് സംസാരിക്കുന്നത്. ഈ ലേഖനം ദൈവീക ആശ്വാസത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നത്രേ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ ജീവിത പദ്ധതികളിൽ പാന്താവിൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക ആശ്വാസത്തെപ്പറ്റി നാം ചിന്തിച്ചു. 2-ാം അധ്യായത്തിൽ ഒരു ദൈവപൈതൽ തെറ്റിൽ അകപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ആശ്വാസത്തെപ്പറ്റി ചിന്തിക്കാം. തെറ്റിയ ഒരു വ്യക്തിയെ ആശ്വസിപ്പിച്ച് വീണ്ടും തെറ്റ് ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല ഇവിടുത്തെ അർത്ഥം. മുൻപോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അപ്പോസ്തലൻ തൻ്റെ നീട്ടിവെച്ച സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വീണ്ടും വ്യക്തമാക്കുന്നത് നാം കാണുന്നു. കൊരിന്തിലുള്ള സഹോദരന്മാർ പാപത്തിൽ വീഴുന്നതിനെക്കുറിച്ചും ദൈവം ക്രിസ്തുവിൽ നമുക്ക് നൽകുന്ന വിജയത്തെക്കുറിച്ചും പിന്നീട് പൗലോസ് പരാമർശിക്കുന്നു. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. അവരുടെ തെറ്റായ രീതികളെക്കുറിച്ച് ദുഃഖിക്കുന്ന പൗലോസ് അത് തിരുത്തപ്പെട്ടതിന് ശേഷം അവരെ സന്തോഷത്തോടെ കാണാം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. നേരത്തെ വന്നിരുന്നെങ്കിൽ അത് ദുഃഖത്തിൽ കലാശിച്ചേനെ. എന്നാൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. 2-ാം വാക്യം, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആർ? കണ്ണുനീരോടെ അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അവരും ദുഃഖിച്ചിരിക്കുകയാണ്. തന്നെ സന്തോഷിപ്പിക്കുവാൻ മറ്റാരുണ്ട്? എല്ലാവരും കരയുന്നു. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ഇത് തന്നെ എഴുതിയത് ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ചും എൻ്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെ എല്ലാവരെക്കുറിച്ചും ആശ്വസിച്ചിരിക്കൊണ്ടും ആകുന്നു. തിരുത്തേണ്ടവ തിരുത്തിയതിന് ശേഷം സന്തോഷത്തോടെ അവരെ കാണാനും സന്തോഷം പങ്കിടാനും താൻ താല്പര്യപ്പെടുന്നു. അടുത്തതായി തൻ്റെ ഹൃദയവാഞ്ച അവർക്ക് മുമ്പാകെ പൗലോസ് തുറക്കുന്നു.
4-ാം വാക്യം. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. എത്ര മനോഹരമായ ഒരു അവതരണമില്ലേ. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടവയെ തിരുത്താൻ ശക്തിയായ ആഹ്വാനം നൽകുന്ന പ്രസംഗകരെ പലരും ഇഷ്ടപ്പെടുന്നില്ല. വിശ്വസ്തനായ ഒരു ശുശ്രൂഷകൻ്റെ കടമയാണത്. അത് നിർവഹിച്ചേ പറ്റൂ. 2 തിമോഥെയോസ് 4:1-2 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ശാസനാരൂപത്തിലുള്ള പ്രസംഗം ഇന്നത്തെ പ്രസംഗവേദികളിൽ നിന്നും മുഴങ്ങേണ്ടത് അത്യാവശ്യമാണ്. പൗലോസ് പറയുന്നത് താൻ അവർക്ക് വിരോധമായതുകൊണ്ടല്ല, മറിച്ച് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടത്ര ശാസിക്കുന്നത് എന്നത്രേ. ദൈവവചനം ഉള്ളതുപോലെ പ്രസ്താവിപ്പാൻ ശുശ്രൂഷകർ ധൈര്യം കാട്ടണം. ഒരു തരം സോപ്പിടിയിൽ, അതെ, അങ്ങനെയുള്ള പ്രസംഗം അല്ല ഇന്ന് ആവശ്യം. തുറന്നു പറയുന്നവരാണ് വിശ്വസ്തരായ ശുശ്രൂഷകർ. അത് കേൾക്കുവാൻ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ദൈവവചനത്തിൽ നിന്ന് പറയുമ്പോൾ തുറന്നു പറയുക. നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലുമുള്ള പക തീർക്കുവാനായി പ്രസംഗപീഠം ഉപയോഗിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയോ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഭാരത്തോടെ അറിയിക്കുമ്പോൾ ജനങ്ങളിൽ രൂപാന്തരമുണ്ടാകും. അത് ഒരു ശാസന പോലെ പോലും മനുഷ്യർ എടുത്തുനിന്ന് വരില്ല. അവർ അങ്ങനെ പ്രസംഗിക്കുന്നവരിൽ സന്തോഷം കണ്ടെത്തും, അവരെ ബഹുമാനിക്കും. കൊരിന്ത് സഭയിൽ കടന്നുകൂടിയ അസാൻമാർഗികത പൗലോസിനെ ദുഃഖിപ്പിച്ചു. അത് അവനെ രോഷാകുലനാക്കി. താൻ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ അവരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസിക്കുന്നു. ഈ മഹാദോഷം വെച്ചുകൊണ്ട് അവർ ആത്മീയരെന്ന് ഭാവിച്ചിരുന്നു. ജാതികൾക്ക് പോലും അറപ്പായുള്ളത് വിശുദ്ധ സഭയിൽ സ്വീകാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കൂ. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്. 1 കൊരിന്ത്യർ 5-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തത് എത്ര ശക്തമായ ഭാഷ കൊണ്ടാകുന്നു എന്ന് നാം വായിക്കുന്നു. അവൻ പറഞ്ഞത്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. പൗലോസ് വളരെ ശക്തമായി സംസാരിച്ചു. അവർ അതനുസരിച്ചു. അവനെ സഭയ്ക്ക് പുറത്താക്കി. ഇന്ന് നമ്മുടെ സഭകളിൽ ഉണർവില്ലാത്തതിൻ്റെ കാരണം, സഭ നിർജീവമായിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ശാസിക്കുവാൻ ശക്തരായ ആളുകളില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ശാസിക്കും. ഞാൻ എൻ്റെ സഭയിൽ എന്തെങ്കിലും എനിക്ക് അസൗകര്യം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാകുന്നു എങ്കിൽ എനിക്ക് കോപമുണ്ടാകും. എന്നാൽ നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി നിൽക്കുന്നത് ആരാണ്? അതെ, അതിനാണ് ഇന്ന് നമുക്കാളെ ആവശ്യം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു സോപ്പിടിയിൽ പ്രസംഗമാകുന്ന എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ചിരിപ്പിക്കുക. ഇന്ന് ആരാധന അല്ലെങ്കിൽ കൂട്ടായ്മ, അതല്ല എങ്കിൽ കൺവെൻഷൻ ഒക്കെ ഒരു വിനോദോപാധിയാണല്ലോ. വിനോദം, അതെ, ആളുകൾക്ക് രസിക്കാനുള്ള ഒരവസരം. പാപബോധം മനുഷ്യനുണ്ടാകുവാൻ, തെറ്റ് മനസ്സിലാക്കി വലിയ വായിൽ കരഞ്ഞുകൊണ്ട് പാപം ഏറ്റുപറയുന്നതായിട്ടുള്ള ആ അനുഭവം എത്ര സ്ഥലങ്ങളിലുണ്ട്? ഇല്ല. ഇന്ന് പലപ്പോഴും ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവത്തോട് നിങ്ങളുടെ തെറ്റുകളൊക്കെ വെച്ചോണ്ട് തന്നെ പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങളെ സമൃദ്ധിയായി ലോകപ്രകാരം അനുഗ്രഹിക്കും എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കേൾക്കുവാനാണ് മനുഷ്യർക്ക് താല്പര്യം. എന്നാൽ ഞാൻ പറയട്ടെ, അതൊരിക്കലും ഗുണം ചെയ്യില്ല, ദോഷം മാത്രമേ ചെയ്യൂ. അത് നിങ്ങളെ നശിപ്പിക്കും. അതെ, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. ആരെയാണെന്നറിയാമോ? ദൈവത്തെ അനുസരിക്കുന്നവരെ. ആ അനുഗ്രഹം എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ലോകപ്രകാരമുള്ള സമൃദ്ധിയാകണമെന്നില്ല. ഒരുപക്ഷെ വേദനയിലൂടെ, ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവും ആയിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവപൈതൽ അനുഗ്രഹമാണ്. 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ
ഞാൻ കണക്കിലേറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവർ അവനെ പുറത്താക്കി. എന്നാൽ അവൻ തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് സഭയുടെ ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൻ എന്തു ചെയ്യണം? അവനോട് ക്ഷമിച്ച് അവനെ അവർ സ്വീകരിക്കണം. അതാണ് ക്രിസ്തീയ ഉപദേശം. ആത്മാർത്ഥമായി അനുതപിക്കുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നതാണ് ദൈവസ്നേഹം, ക്രിസ്തീയ ഉപദേശം, ക്രിസ്തീയ പ്രമാണം. 7-8 വാക്യങ്ങളിൽ അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവൻ ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും അപ്പോസ്തലൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവേൻ. അതെ, നാം മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുന്നവരാകണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഒരു വശത്തോട്ടല്ലെങ്കിൽ വേറൊരു വശത്തോട്ട് നമ്മെ തള്ളിയിടുവാൻ പിശാച് എപ്പോഴും ശ്രമിക്കും കേട്ടോ. സാത്താൻ്റെ തന്ത്രങ്ങൾ പലവിധമുണ്ട്. ചിലപ്പോൾ തെറ്റിന് നേരെ കണ്ണടയ്ക്കുവാൻ അവൻ പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ സഭകളിൽ ഇത് ധാരാളം കാണാം. അങ്ങനെയുള്ള വ്യക്തി തൻ്റെ പാപത്തിൽ നിന്നും മാറി അനുതപിച്ചു വന്നാൽ അവർ അവനോട് ക്ഷമിക്കേണ്ടതാണ്. എന്നാൽ അവർ അത് ചെയ്തില്ല. അനുതപിച്ച് വരുന്നവരെ സ്വീകരിക്കാതിരിപ്പാനും സാത്താൻ പ്രവർത്തിക്കും. അത് ശരിയല്ല. മനഃപൂർവമായ മാനസാന്തരത്തോടെ മടങ്ങി വരുന്നവരെ സഭ തെറ്റ് ചെയ്യാത്തവരെ പോലെ സ്വീകരിക്കണം. ക്ഷമയുടെ ആത്മാവില്ലാത്ത സഭകൾ ഇന്ന് നിരവധിയാണ്. അശുദ്ധിക്ക് നേരെ കണ്ണടയ്ക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് മനഃപൂർവമായി അനുതപിച്ച് വരുന്നവരെ അംഗീകരിക്കാതിരിക്കുന്നത്. ഇത് രണ്ടും സാത്താൻ്റെ വേല തന്നെയാണ്. ക്ഷമിക്കാത്തവരായിരിക്കുന്നതിനാൽ സാത്താൻ ഒരു വലിയ പങ്ക് വിശ്വാസികളുടെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നു. സുവിശേഷ വിഹിത സഭകളിൽ പോലും സാധാരണ കേൾക്കാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തങ്ങളുടെ പാപങ്ങൾ സമ്മതിച്ചവ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നത് നാം കേൾക്കാറില്ല. ന്യായീകരിക്കുന്ന പ്രവണത മാത്രമേ കാണുന്നുള്ളൂ. അതുമാത്രമല്ല, മനഃപൂർവ്വമായി ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കുന്ന സ്വഭാവവും നമുക്കില്ല. ക്ഷമയുടെ ആത്മാവ് നമ്മുടെ മിക്ക കൂട്ടായ്മകളിലും സഭയിലും ഇല്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ പാപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നടക്കും. ദൈവം ക്ഷമിച്ചാൽ പോലും നാം ക്ഷമിക്കില്ല. ദൈവം ക്ഷമിക്കാത്തതായി ഒരു പാപവുമില്ല. സാത്താൻ നമ്മെ കബളിപ്പിച്ചിരിക്കുന്നതിന് ഒരു കണക്കുമില്ല. ഏതൊരു പാപം ചെയ്യുവാനും നാം കഴിവുള്ളവരാണെന്ന കാര്യം നാം ഓർക്കണം. ആ സഹോദരൻ ചെയ്തതെന്താണെങ്കിലും അത് തന്നെ ചെയ്യുവാൻ എനിക്കും കഴിയും. തെറ്റ് ചെയ്ത ഒരു വ്യക്തി വാസ്തവത്തിൽ അനുതപിക്കുമ്പോൾ ആ മനുഷ്യനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. അയാളെ കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇത് ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ഇതൊരു മഹത്വകരമായ ശുശ്രൂഷയാണില്ലേ? ഇതുപോലുള്ള അനേകം നല്ല ശുശ്രൂഷകളും ഇന്ന് സഭ മറന്നിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മറ്റുള്ളവരെ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഭാവം താങ്കൾക്കുണ്ടോ? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണെന്ന് മറന്നു പോകരുത്. മറ്റുള്ളവരെ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഭാവം. 12-ാം വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ. കൊരിന്തിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവ് ത്രോവാസിൽ തുറന്ന ഒരു വാതിൽ പൗലോസിന് കാണിച്ചു കൊടുത്തു.
അവിടെ താമസിച്ച് സുവിശേഷം അറിയിച്ചത് ദൈവഹിതപ്രകാരം തന്നെ. ദൈവം തരുന്ന സന്ദർഭങ്ങളിലെല്ലാം നാം വിശ്വസ്തരായിരിക്കണം. പൗലോസ് അങ്ങനെയായിരുന്നു. 13 വാക്യത്തിൽ, എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായികയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. ത്രോവാസിൽ താൻ സുവിശേഷിക്കുമ്പോഴും തൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്നത് കൊരിന്ത് സഭയെക്കുറിച്ചായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. തീത്തോസ് വന്ന് വിവരങ്ങൾ അറിയാൻ കാത്തിരുന്നു, പക്ഷെ കണ്ടില്ല. താൻ മക്കദോന്യയ്ക്ക് പോയി അവിടെ തീത്തോസിനെ കണ്ടുമുട്ടി. കൊരിന്ത് സഭയിലെ ആ മനുഷ്യനെ, പ്രത്യേകം ഓർക്കണം, ആളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ആ മനുഷ്യനെ പുറത്താക്കിയതും അവൻ തിരിച്ചു വന്നതും സഭ അവനെ സ്വീകരിച്ചതുമെല്ലാം പൗലോസ് ഇപ്പോൾ അറിഞ്ഞു. ശുശ്രൂഷയുടെ വിജയമാണ് ഇനിയും നാം കാണുന്നത്. ശുശ്രൂഷയുടെ ശക്തി എന്ന് പറയുന്ന ഭാഗത്താണ് നാം വന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ മാഹാത്മ്യത്തിൻ്റെ ഭാഗമത്രേ ഇത്. ദൈവവചനം അതിൻ്റേതായ ഗൗരവത്തിൽ പഠിപ്പിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഉന്നതമായ മഹത്വമേറിയൊരു ചിത്രമാണ് നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മറക്കരുത്. 14 വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. സുവിശേഷ ഘോഷണം എന്നത് ജയാരവങ്ങളോടുള്ള ഒരു പ്രവേശനമായി പൗലോസ് ചിത്രീകരിക്കുന്നു. റോമാ സാമ്രാജ്യത്തിലെ വിജയപ്രവേശനമാകുന്നു ഇതിൻ്റെ പശ്ചാത്തലം. ഒരു റോമ പടത്തലവൻ, റോമ ജനറൽ സൈന്യങ്ങളുമായി ആക്രമണത്തിന് പുറപ്പെടുന്നു എന്ന് ചിന്തിക്കുക. വിജയം ഒന്നിനു പുറകെ ഒന്നായി നേടി യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സൈന്യവുമായി തിരിച്ച് റോമ നഗരത്തിലേക്ക് വരുന്ന വരവ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. വിജയശ്രീലാളിതനായി തൻ്റെ പട്ടണത്തിലേക്കുള്ള പ്രവേശനം ഒരു വിജയശ്രീലാളിതനായി വിജയോത്സവമായ പ്രവേശനം ആയിരിക്കും. മുൻനിരയിൽ സ്വതന്ത്രരായി വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള തടവുകാരും ഏറ്റവും പിമ്പിലായി കൊല ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന തടവുകാരും കാണും. ഈ ഘോഷയാത്രയിൽ സുഗന്ധം പരത്തുന്നതിനും ദേവപ്രസാദം ലഭിക്കുന്നതിനും കുന്തിരുക്കം ധാരാളം പുകയ്ക്കും. ധൂമപടലങ്ങൾ ചിലപ്പോൾ ആകാശത്തെ വിഴുങ്ങുക തന്നെ ചെയ്യും. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾക്ക് തോൽക്കാൻ സാധ്യമല്ല സുഹൃത്തെ. എപ്പോഴും എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ അനേകർ മാനസാന്തരപ്പെടുമ്പോഴും ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതിരിക്കുമ്പോഴും ക്രിസ്തുവിൽ എന്നെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം എന്ന് പറയേണ്ടതാണ്. അതെ, 15 വാക്യത്തിൽ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാകുന്നു. മുകളിൽ വിവരിച്ച നഗരപ്രവേശനത്തിൽ സ്വതന്ത്രരാക്കപ്പെടേണ്ടവരും വധശിക്ഷ ഏൽക്കേണ്ടവരും ഉണ്ടായിരുന്നല്ലോ. 2 കൂട്ടരും ഈ വിജയപ്രവേശനത്തിൽ ഉണ്ടായിരുന്നു. 2 പേരും ഈ വലിയ ഘോഷയാത്രയിൽ ഉൾപ്പെട്ടിരുന്നു. 16 വാക്യം, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഇവിടെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ദൈവവചന ശുശ്രൂഷയാണെന്ന് ഓർക്കണം. ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകുന്നത് അഭികാമ്യം തന്നെയാണ്. എന്നാൽ എന്തെല്ലാം കീറാമുട്ടി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പരിഹാരം കാണാൻ അസാധ്യമായ പ്രശ്നങ്ങൾ നിരവധി. ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവവചനൻ്റെ വിലയും നിലയും നിസ്തുല്യമാകുന്നു എന്നോർക്കണം. അതെ, എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നാം എപ്പോഴും വിജയിക്കുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പോകുന്ന ഓരോ യോഗങ്ങളിലും കർത്താവിനായി തീരുമാനമെടുക്കുന്ന അനേകരെ കാണുവാൻ സാധിക്കുന്നു. എൻ്റെ മിടുക്കുകൊണ്ടാണോ? അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവിടുന്ന് തരുന്ന ജയം, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേക ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ അതെത്ര അത്ഭുതകരമാകുന്നു എന്നോർക്കണം. നമുക്കിവിടെ വിജയം കാണാവുന്നതാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് നാം ജീവൻ്റെ വാസനയാണ്. എന്നാൽ ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ, ക്രിസ്തുവിനെ ത്യജിക്കുന്ന വിഭാഗമോ, അവർക്ക് നാം മരണത്തിൻ്റെ വാസനയാണ്. ഒരു ദൂത് പ്രസംഗിച്ചതിന് ശേഷം സാധാരണ ഞാൻ ആളുകളോട് പറയാറുണ്ട്, ക്രിസ്തുവിനെ ത്യജിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും പോയാൽ നിങ്ങൾക്ക് ഇതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ ഏറ്റവും മോശപ്പെട്ട ശത്രു ഞാനായിരിക്കാനാണ് ഇട. കാരണം ഇനിയും ദൈവസന്നിധിയിലേക്ക് ചെന്ന്
ഞാൻ ദൂത് കേട്ടിരുന്നില്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ അറിയിച്ച ഞാൻ ശത്രുവല്ലേ? നിങ്ങളെ ദൂതറിയിച്ച ഞാൻ ശത്രുവല്ലേ? ഈ വചനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും അവൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു നാൾ നിങ്ങൾ നിൽക്കേണ്ടതായി വരും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ജയോത്സവ ഘോഷയാത്രയിൽ നിങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഉറപ്പാക്കുക. മുൻനിരയിലാണെങ്കിൽ ജയിക്കുന്നവരോടുകൂടെ അവകാശം പ്രാപിക്കാം. പിൻനിരയിലാകുന്നുവെങ്കിൽ നിത്യനാശം. നമുക്ക് ഒരൊറ്റ ആയുസ് മാത്രം. തീരുമാനമെടുക്കാൻ താങ്കൾ വേറൊരു ആയുസിനു വേണ്ടി കാത്തിരുന്നാൽ അത് ബുദ്ധിമോശമാണ്. താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ നിത്യസന്തോഷത്തിലേക്ക് പോകും. ക്രിസ്തുവിനെ ത്യജിക്കുന്നവർ നിത്യനാശത്തിലേക്ക്. 17-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ക്രിസ്തീയ ശുശ്രൂഷയുടെ സമ്പൂർണ്ണ പ്ലാൻ ഇതത്രേ. ദൈവവചനം കോട്ടിമാട്ടിക്കളയാതെ, കൂട്ടിച്ചേർക്കാതെ, ഒരു കച്ചവട ചരക്കാക്കാതെ സത്യം സത്യമായി പ്രസ്താവിക്കപ്പെടണം. പൗലോസ് പറയാണ്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, പിന്നെയോ നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അതെ, ഇത് സ്ഥാപിത താല്പര്യങ്ങളോടെ സ്വന്തം കാര്യം കാണുവാനായി പ്രസ്താവിക്കുവാൻ പാടില്ല. അത് കൂടുതൽ ശിക്ഷ വാങ്ങിക്കിട്ടും. മറക്കരുത്. എത്ര വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ദൈവവചനം അവരവരുടെ സൗകര്യത്തിന് പഠിക്കുവാനുമുള്ളതല്ല. ദൈവവചനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ക്രിസ്തീയ ശുശ്രൂഷയാകൂ. ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ പഠിപ്പിക്കുന്നവർ ആകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെയുള്ള ഒരു വലിയ പരീക്ഷയാണ് നമുക്കിഷ്ടപ്പെട്ടത് പലതും ചേർക്കുക. എന്നാൽ ദൈവവചനം കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് അതിൽ കൂട്ടിച്ചേർക്കാതെ പഠിപ്പിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പഠനം നിങ്ങൾ ശ്രദ്ധിക്കുവാൻ കാണിച്ച താല്പര്യത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.